ഹായ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് തരിക്കഞ്ഞിയാണ്. സാധാരണ നോമ്പ് കാലങ്ങളിലാണ് സ്ഥിരമായി നമ്മൾ തരിക്കഞ്ഞി ഉണ്ടാക്കുന്നത്. ചിലർക്കെങ്കിലും കൃത്യമായ അളവുകൾ അറിയാത്തത് കാരണം ഇത് ഫ്ലോപ്പായി പോകുന്നൊരു റെസിപ്പിയാണ്. പഴയ കാലത്തൊക്കെ നോമ്പിന് സ്ഥിരമായിട്ടിത് ചിലർക്കൊക്കെ നിർബന്ധമായിരുന്നു. അപ്പോൾ ഇപ്പോഴും നമുക്ക് സ്ഥിരമായി ട്രൈ ചെയ്യാവുന്നേ ഉള്ളൂ. കൃത്യമായ അളവുകൾ ഉണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് തന്നെ പെട്ടെന്ന് 5 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതെങ്ങനെയെന്നാണ് നോക്കാൻ പോണത്. ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് റവ ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ 2 ഗ്ലാസ് തരിക്കഞ്ഞിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ 4 ടേബിൾ സ്പൂൺ റവയാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഈ റവ നമ്മളൊന്ന് വറുത്തെടുക്കണം. നെയ്യൊന്നും വേണ്ട, വെറുതെ ഒന്ന് വറുത്താൽ മതി. 2 വലിയ ഗ്ലാസ് തരിക്കഞ്ഞിയാണെങ്കിൽ 4 ടേബിൾ സ്പൂൺ റവ എടുക്കുക. സാധാരണ റവ തന്നെ നമ്മൾ റോസ്റ്റഡ് റവ കിട്ടുകയാണെങ്കിൽ പിന്നെ ഇങ്ങനെ വറക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇപ്പോൾ ഇതാ ഒന്ന് ചൂടായിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി, കളർ ചേഞ്ച് ആവുമൊന്നും വേണ്ട. അപ്പോൾ അതോടെ മാറ്റി വെക്കുക. അതാ ഈ വലിയ ജ്യൂസ് ഗ്ലാസ്സിന് 2 ഗ്ലാസ് ജ്യൂസ് തരിക്കഞ്ഞിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പം ഈ ഗ്ലാസ്സിന് വേണം നമ്മൾ അളന്നിട്ട് വെള്ളം എടുക്കാൻ. അപ്പോൾ ആദ്യം 1 ഗ്ലാസ് പാലാണ് എടുക്കുന്നത്. പകുതി പാലും പകുതി വെള്ളമാണ്. അപ്പോൾ ഒരു ഫുൾ ഗ്ലാസ് പാലെടുത്തു. ആ സെയിം ഗ്ലാസ്സിൽ തന്നെ ഞാൻ വെള്ളം എടുത്തു. അതുകൊണ്ടാണ് ആ പാലിൻ്റെ കളറ് കാണുന്നത്, വെള്ളമാണത്. അപ്പോൾ പകുതി വെള്ളം പകുതി പാലും. അതിലേക്ക് 2 ഏലക്കായ ഒന്ന് കുത്തിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഏലക്ക പൊടിച്ചത് ഇടുന്നേക്കാളും എപ്പോഴും ടേസ്റ്റ് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നതാണ്. ഇനി ഇതൊന്ന് തിളച്ച് വരണം. ഈ തിളച്ച് വരുമ്പോഴാണ് നമ്മൾ റവ ഇട്ട് കൊടുക്കേണ്ടത്. റവ നെയ്യിൽ വറക്കണം എന്നുള്ളവർക്ക് അങ്ങനെ ചെയ്യാം, പക്ഷേ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇതാ നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള റവ ഇട്ട് കൊടുക്കുകയാണ്. സിമ്പിളായിട്ടുള്ളൊരു സംഭവമാണ്. നോമ്പ് തന്നെ വേണമെന്നില്ല, എപ്പോൾ വേണമെങ്കിലും ഉണ്ടാക്കി കുടിക്കാം. നല്ല റിഫ്രഷിംഗ് ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ്. പഴയ കാലത്തൊക്കെ എല്ലാവർക്കും നോമ്പിന് ഇത് നിർബന്ധമായിരുന്നു. റവ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ജസ്റ്റ് ഒന്ന് തിളക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോഴേക്കും അത് കറക്റ്റായിട്ട് വെന്ത് കിട്ടും. കാരണം റവയാണല്ലോ, പെട്ടെന്ന് വെന്ത് കിട്ടും. ഇപ്പം നമുക്ക് കുറച്ച് ലൂസായിട്ട് തോന്നും, അത് കാര്യമാക്കണ്ട. ചൂടാറുമ്പോൾ കറക്റ്റ് കൺസിസ്റ്റൻസി ആയിക്കോളും. ഇപ്പോഴത്തെ വീണ്ടും തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ പാകത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുക. പഞ്ചസാര ഓരോരുത്തരുടെ ഇഷ്ടമാണ്, പക്ഷേ ഞാൻ ഏകദേശം ഒരു 4 ടേബിൾ സ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. മധുരത്തിനനുസരിച്ച് കൂട്ടി കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ കറക്റ്റ് അളവുകൾ നോക്കുമ്പോൾ 4 ടേബിൾ സ്പൂൺ റവയും 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയും, പിന്നെ ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അത് ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണുള്ളത്. നല്ല ലൂസായ പോലെ നമുക്ക് തോന്നും, പക്ഷേ ഇത് ചൂടാറി കഴിയുമ്പോൾ നന്നായിട്ട് കുറുകി വരും. അപ്പോൾ കറക്റ്റ് ആയിക്കോളും. അപ്പോൾ അതവിടെ റെഡി ആയി കഴിഞ്ഞു. ഇനി നമ്മളതൊന്ന് വറവിട്ടെടുക്കുകയാണ്. അപ്പോൾ ട്രഡീഷണലായിട്ടുള്ള തരിക്കഞ്ഞി നമ്മൾ ചുവന്നുള്ളി നെയ്യിൽ മൂപ്പിച്ചിട്ടാണ് ഇട്ട് കൊടുക്കുക. ചുവന്നുള്ളി ഇങ്ങനെ വട്ടത്തിലരിഞ്ഞിട്ട് നെയ്യിൽ മൂപ്പിച്ചിട്ടാണ് ഇട്ട് കൊടുക്കുക. പക്ഷേ ഇപ്പോൾ ന്യൂജൻ എല്ലാവരും അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ പായസം പോലെ ചെയ്ത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും 2 ഇട്ട് കൊടുക്കുന്നുണ്ട്. ആദ്യം ചുവന്നുള്ളി ഒന്ന് അരിഞ്ഞത് ഇട്ട് കൊടുക്കുക, അത് കഴിഞ്ഞിട്ട് അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ട് കൊടുക്കുന്നുണ്ട്. ചിലരൊക്കെ ഇപ്പോൾ തരിക്കഞ്ഞിയിൽ സേമിയൊക്കെ ഇട്ട് കണ്ടിട്ടുണ്ട്, അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ചുവന്നുള്ളി ഇട്ട് കൊടുത്തു. അത് ഒന്ന് ഒരു പകുതി മൂപ്പാവുമ്പോൾ തന്നെ നമ്മൾ അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുക. എന്നാലും എല്ലാം കൂടി ഒരുമിച്ച് മൂത്ത് റെഡി ആയിക്കോളും. അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്തു. ഇനി വൈകാതെ തന്നെ നമ്മൾ മുന്തിരി ഇട്ട് കൊടുക്കുക. അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഓപ്ഷണലാണ്, ചുവന്നുള്ളി മാത്രം മതി ശരിക്കും. അപ്പോൾ ഇതാ മുന്തിരി ഇട്ട് കൊടുത്തു. ഇനി മുന്തിരി ഒന്ന് അങ്ങ് വീർത്ത് വരുമ്പോൾ തന്നെ നമ്മൾ തരിക്കഞ്ഞിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ശരിക്കും ക്ഷീണം മാറാൻ, നോമ്പിൻ്റെ സമയത്തൊക്കെ ക്ഷീണം മാറാൻ, ക്ഷീണം കുറഞ്ഞിരിക്കാനൊക്കെ നല്ലൊരു ഡ്രിങ്കാണ് കേട്ടോ ഇത്. തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടും ഉണ്ടാക്കാം. ഞാനിപ്പോൾ ഇവിടെ പശുവും പാലിലാണ് ഉണ്ടാക്കിയത്, മിൽമ പാലാണിത്. നമ്മൾ വറുത്തത് അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുത്തു. ഇപ്പോൾ നമ്മൾ തരിക്കഞ്ഞി റെഡിയായി. ശരിക്കും 2-3 മിനിറ്റ് കൊണ്ട് തന്നെ ഉണ്ടാക്കാവുന്നേ ഉള്ളൂ. നല്ല അടിപൊളിയൊരു ഡ്രിങ്കാണ്. എല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കണം. നോമ്പിൻ്റെ സമയം തന്നെ ആവണം എന്നില്ല, അല്ലാത്ത സമയത്ത് നമുക്ക് പെട്ടെന്നൊരു പായസത്തിൻ്റെയൊക്കെ കൊതി തോന്നുന്ന സമയത്ത് ഉണ്ടാക്കി കഴിക്കാവുന്ന ഒരു ഡ്രിങ്കാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. വീണ്ടും ഇതുപോലെ അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ വരും. താങ്ക്